ഇന്നത്തെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഫൈറ്റ് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫൈറ്റ് സ്ട്രെസ്. ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികളുടെ സമൂഹം. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചെടികളുടെ സമൂഹം എന്നാണ് ആ ഒരു പേരിന്റെ അർത്ഥം നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള വഴികളിലൂടെ ചെടികൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കുക, അതല്ലെങ്കിൽ സ്ട്രെസ്സിനെ നേരിടുക, സ്ട്രെസ്സിനെ ഇല്ലാതാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹെർബ്സ് വെച്ചിട്ട്, കുറച്ച് ഇലകൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ടെൻഷനെ, സ്ട്രെസ്സിനെ ഇല്ലാതാക്കുന്ന ഒരു പേരാണ് ഫൈറ്റ് സ്ട്രെസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും നാച്ചുറൽ ആയിട്ട്. നമ്മൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് ഫൈറ്റ് സ്ട്രെസ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ? നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞില്ലേ സ്ട്രെസ് എന്ന്. അപ്പൊ എന്താണ് സ്ട്രെസ് എന്ന് നോക്കാം. ചില ആൾക്കാർക്ക് അത് ടെൻഷനാണ്, ചില ആൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പല രീതിയിലാണ് ആ പേരിന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ശരീരത്തിന്റെ റിയാക്ഷൻ ആണ്, നമ്മുടെ ബോഡിയുടെ ഓൺ റിയാക്ഷൻ ആണ് സ്ട്രെസ്. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? എന്തിനോടുള്ള റിയാക്ഷൻ ആണ്? അതായത് കാലാവസ്ഥയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായോ മാനസികമായോ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നമ്മുടെ ശരീരം എടുക്കുന്ന റിയാക്ഷൻ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പല രീതിയിൽ നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പൊ കാലാവസ്ഥ ചേഞ്ച് ആണെങ്കിലും ചിലവർക്ക് ചൂട് കൂടിക്കഴിഞ്ഞാല് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, ഉറക്കക്കുറവ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നമ്മുടെ ശരീരം എടുക്കുന്ന റിയാക്ഷൻസ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 60% രോഗികളുടെയും പ്രധാന കാരണം സ്ട്രെസ് ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഒരു പേഷ്യന്റ്, ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വിട്ടുമാറാത്ത തലവേദനയാണ്, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ബോഡി പെയിൻ ആണ്, അങ്ങനെ പല അസുഖങ്ങളായിട്ടും പോവാ. പക്ഷെ അവർക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും ആ ഒരു വേദനക്കുള്ളൊരു കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല, അവർക്ക് സ്ട്രെസ് ആണ്. ദീർഘകാലമായിട്ട് അവർക്ക് സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഉറക്കക്കുറവ്, ഉറങ്ങാതിരിക്കുമ്പോൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഇവയൊക്കെ കാരണം 60% രോഗികളുടെയും പ്രധാന കാരണം. പക്ഷെ അത് ആ രോഗികൾക്ക് അറിയില്ല. അപ്പൊ ഡോക്ടർ അവർക്ക് എന്താ കൊടുക്കുന്നത്? ഉറങ്ങാനുള്ള ഗുളികയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ കാലക്രമേണ ആ ഒരു രോഗി എന്തായി മാറുകയാണ്? ആ ഒരു മരുന്നിനെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സ്ട്രെസ്സിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കാം. ചില ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ സ്ട്രെസ് ഉണ്ടാവാം, അല്ലെ? നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും സ്ട്രെസ്, ഭയങ്കരമായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ആരോഗ്യം ശരിയല്ലാതിരിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. എന്താണ് ആരോഗ്യം ശരിയല്ലാതിരിക്കുമ്പോൾ എന്ന് പറയുന്നത്? നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ അസുഖം നമ്മുടെ മരണത്തിലേ നിൽക്കുള്ളൂ എന്നുള്ളത് അറിയാം. അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ, ഇനിയിപ്പം അത്രയും വലിയ പ്രശ്നങ്ങളില്ലാത്ത അസുഖമാണെങ്കിലും നമ്മൾക്കത് വിട്ടുമാറി പോവാത്തൊരു അസുഖം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അതിപ്പോ ഒരു അലർജി പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ വിട്ടു പോവില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് മെന്റലി നമ്മൾ എന്താവും? നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അതൊരു സ്ട്രെസ്, ആരും അറിയാത്തൊരു ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതിന്റെ പേരിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാൻ, നമുക്ക് സ്ട്രെസ് വരാം. ഓക്കെ, അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഉറക്കം വരില്ല. ഉറക്കം ശരിയല്ലാതാവുന്നത് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ചില റിലേഷൻഷിപ്പ് തകരുമ്പോൾ, ചില ആൾക്കാരൊക്കെ കാണില്ലേ, പ്രേമ നൈരാശ്യം കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാര്, എന്താ പറയാ, ആത്മഹത്യാ പ്രവണത കൂടുന്ന ഒരു സംഭവമാണ് റിലേഷൻഷിപ്പ് തകരുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്. ഇപ്പൊ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊന്നും പെട്ടെന്ന് അതൊന്നും അവരുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുകളാണ് അവർക്ക് അതൊക്കെ വരുന്നത് വെച്ചെങ്കിൽ അവര് അഭയം പ്രാപിക്കുന്നത് എന്തിനാണ്? നമുക്ക് തന്നിട്ടുള്ള ഒരു ജീവനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അവര് ആ ഒരു സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കുന്നത്. ഓക്കെ, പിന്നെ വീട്ടിൽ എപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അത് കണ്ടു വളരുന്ന മക്കൾക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ കുട്ടികൾ എന്നും കാണുന്നത് എന്താണ്? അവരുടെ മാതാപിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം, കലഹം, അടി, ഇടി, പിടി, ഇതൊക്കെയാണ് കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എന്താണ്? അവരുടെ മനസ്സൊക്കെ ആകെ ആ ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ ഒരു വിഷമം കണ്ടു വളരുന്ന മക്കൾക്ക് എന്താണ് ഉണ്ടാവുന്നത്? ഭാവിയിൽ അവര് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. കാരണം പതിയെ പതിയെ അവർ ഉറക്കം നഷ്ടപ്പെടും. പിന്നെ അവർക്ക് ആ ഒരു ചിന്ത ഭയങ്കരമായിട്ട് ചിന്തയും ആലോചനയൊക്കെ ആയിട്ട് അവര് ദീർഘകാലമായിട്ടാണ് അവർക്ക്, പിന്നീടാണ് അത് അവർക്ക് സ്ട്രെസ് ആണെന്ന് പോലും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് പേഴ്സണാലിറ്റി വൈസ്, അതായത്
എന്നെ കാണാനൊരു ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്ക് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്, എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകണം, എനിക്ക് മുടിയില്ല. ചില ആൾക്കാർ പറയും എനിക്ക് 10-20 വയസ്സായിട്ടുള്ളൂ, പക്ഷെ എന്റെ മുടി മുഴുവനും നരയ്ക്കാണല്ലോ. അങ്ങനെയൊക്കെ സൗന്ദര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് കുറെ ആൾക്കാരുടെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ചില ആൾക്കാർക്ക് ഉണ്ട്, നമ്മള് മുടി നരച്ചു തുടങ്ങുമ്പോ ഇപ്പൊ +1 +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് മുടി ഇപ്പൊ നരയ്ക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ജനറ്റിക് ആവാം, അതല്ലെങ്കിൽ അവർക്ക് പറയുന്ന പോലെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ടാവാം, അതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറുപ്പം മുതൽ സ്ട്രെസ്. ചില ആൾക്കാർക്ക് പറയില്ല എനിക്ക് ടെൻഷൻ ആയപ്പോഴാണ് എന്റെ മുടി നരച്ചു തുടങ്ങിയത്, അതിന്റെ മുന്നൊക്കെ നല്ല മുടിയായിരുന്നു എന്നൊക്കെ പറയാം. അപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും അവർക്ക് വരുന്നത് അതുകൊണ്ടാണെങ്കിലും, പക്ഷെ അവർക്ക് അതിന്റെയൊക്കെ പേരിൽ സ്ട്രെസ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്. ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ വീട്ടിലത്തെ എന്താ പറയാ ചിലവുകളും കാര്യങ്ങളൊക്കെ കഴിയണ, വേറെ വഴിയൊന്നുമില്ല, ജോലിക്ക് പോയേ പറ്റൂ. അപ്പൊ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിലും ഇപ്പൊ ആ ഒരു ബോസിന്റെ അല്ലെങ്കിൽ ആ ഒരു മുതലാളിയുടെ കീഴിൽ ജോലിക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിലും പക്ഷെ അവർക്ക് വേറെ വഴിയില്ലാണ്ട്, അപ്പൊ അതൊക്കെ അവർക്ക് മെന്റലി ചില ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാം. ജോലിയുടെ ഭാരം കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക്, ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് സ്ട്രെസ് വരാനുള്ള കുറച്ച് കാരണങ്ങൾ. ഇപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ഒട്ടനവധി കാരണങ്ങൾ വേറെയും ഉണ്ടാകും സ്ട്രെസ് വരാന്. ഓക്കെ, സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് സ്ട്രെസ് എന്നാണ് അല്ലെ. ഇനി ഈ സ്ട്രെസ് വരാനുള്ള കാരണങ്ങൾ, പക്ഷെ ഇനി ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ദീർഘകാലമായിട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തില് എന്താ ഉണ്ടാവുന്നത്, രോഗപ്രതിരോധ ശക്തിയെ അത് മൊത്തം തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഇല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ ഇന്നത്തെ ദിവസം ഒരു സുഖം എന്താണെന്നറിയില്ല, മനസ്സിനൊരു സമാധാനമില്ല, ഒന്നിനൊരു സന്തോഷം തോന്നുന്നില്ല എന്നൊക്കെ അതൊന്നും നമുക്കൊരു ദീർഘകാലമായിട്ടുണ്ടാവുന്ന സ്ട്രെസ് പരമായിട്ട്, അതൊക്കെ അന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ അന്നന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ സ്ട്രെസ് എന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പൊ രോഗപ്രതിരോധ ശേഷി അങ്ങനെ തകിടം മറിക്കും. പിന്നെ വരുന്നത് BP, ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഹാർട്ടിനാണല്ലോ മെയിൻ ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സ് ശരിയില്ലെങ്കിൽ കിട്ടുന്നത്. പിന്നെ എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയും തരണം ചെയ്യണം എന്ന രീതി ചിന്തിക്കാതെ മൊത്തം നെഗറ്റീവായിട്ട്, അല്ല എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരില്ല, ആ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കാതെ എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഇനി നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക, എന്ത് ഇനി നിങ്ങൾക്ക് സ്ട്രെസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയണ്ടേ. ഇനി അവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതിന്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് യെസ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും രാത്രി കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്? അതായത് രാത്രി ഒരു 10 മണിക്കൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടന്നാല് 2-3 മണിയായിട്ട് നമുക്ക് ഉറക്കമൊന്നും വരാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് 1 മണിക്കൂറൊക്കെ കഷ്ടി ഉറങ്ങി പിന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ആൾക്കാരാണോ നിങ്ങള്? അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രെസ് ഉള്ള ആൾക്കാരാണ് അങ്ങനെ ഉറക്കം കറക്റ്റ് ആവാത്ത ആൾക്കാർ. ഓക്കെ, പിന്നെ പലവിധ കാര്യങ്ങളിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ ടെൻഷൻ അടിച്ചാലും ആ പ്രശ്നങ്ങൾ മാറാൻ പോണില്ല. പക്ഷെ നമ്മൾ അതന്നെ ചിന്തിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ പലവിധ കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ ആവലാതി പിടിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ള ആളാണ് നിങ്ങൾ. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക, അതായത് പ്രത്യേകിച്ച് നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമുക്ക് സ്ട്രെസ് കാരണം ഉറക്കക്കുറവ് കാരണമൊക്കെ തലവേദന വരാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും എനിക്ക് ടെൻഷനായിട്ട് തലവേദന വരുന്നെന്ന് പറയില്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടുള്ള, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അതൊക്കെ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യാതെ വരിക, എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷ നിറഞ്ഞ് നെഞ്ചിരിപ്പൊക്കെ വർദ്ധിച്ച് ബ്ലഡ് പ്രഷറൊക്കെ കൂടി അപ്പൊ അതിനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങള്? അങ്ങനെയുള്ള ആൾക്കാർക്കും സ്ട്രെസ് ഉണ്ട് എന്നതിന്റെ തെളിവാണത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, അതിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എക്സാം എഴുതി വന്ന ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് ഈ ഒരു ഫുള്ള് ക്വസ്റ്റ്യൻസ് ഒക്കെ നീ എഴുതിയോ? അപ്പൊ ആ കുട്ടി അതിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവില്ല.
അത് ആ കുട്ടിയുടെ മനസ്സിന്റെ ആവലാതി കൊണ്ടാണ്. പരീക്ഷയിൽ ഞാൻ ജയിക്കുവോ, എനിക്കിത് മൊത്തം എഴുതാൻ പറ്റുമോ, ആ ഒരു ചിന്ത കുട്ടിക്ക് കയറി ടെൻഷൻ കയറിയിട്ട് ആ കുട്ടി ചില ക്വസ്റ്റ്യൻസ് അതിൽ കാണാതെ പോകും. അപ്പൊ ആ കുട്ടി ഈ മാതാപിതാക്കൾ ചോദിക്കുമ്പോഴാണ് ആ കുട്ടി അയ്യോ ഞാൻ 7ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തില്ല, ഞാൻ കണ്ടില്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കും എന്താണ് സ്ട്രെസ് ഉള്ള ആൾക്കാരിലാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചില്ല, എസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സിൽ അടിമപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊക്കെ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാവണേന്ന് നോക്കാം. ഒരുപാട് ഹോർമോൺസിന്റെ പങ്കാണ് അതിലുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കോർട്ടിസോൾ എന്ന ഹോർമോണാണ് ഈ ഒരു സ്ട്രെസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് എപ്പോഴൊക്കെയാണോ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോകും. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് കോർട്ടിസോൾ എന്ന ഹോർമോണാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് എപ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഈ ഒരു അവസ്ഥ വരുന്നത്, മാനസിക സമ്മർദ്ദം, ടെൻഷൻ വരുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നത്, ആ സമയത്ത് എന്താണ് ബ്രെയിനിലേക്ക് നേരെ ഒരു സിഗ്നൽ പോകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. ഓക്കെ, അപ്പൊ ഈ കോർട്ടിസോൾ ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ മൊത്തം തകിടം മറിക്കുന്ന സംഭവം. അപ്പൊ അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതും നമ്മുടെ മെമ്മറി പവർ കുറയ്ക്കുന്നതും ഒക്കെ കുട്ടികൾ പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ടെൻഷനിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല പഠിക്കുന്ന കുട്ടിയോ പക്ഷെ പഠിച്ചതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചില മക്കൾ കാണാം അവർ പഠിപ്പൊക്കെ കണ്ടിട്ടെങ്കിൽ നമ്മൾ വിചാരിക്കും സ്കൂളിൽ ഏറ്റവും ടോപ്പാ കുട്ടിയെന്ന്. പക്ഷെ കുട്ടിക്ക് എക്സാം സമയത്ത് കറക്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അത് ആ കുട്ടിയുടെ പ്രശ്നമല്ല, കുട്ടി പഠിക്കാത്തതിന്റെ പ്രശ്നമല്ല. ഈ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, ഈ ഒരു കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ആ സമയത്ത് നമുക്ക് എന്താണ് രോഗപ്രതിരോധ ശേഷി കുറക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂട്ടി നമ്മുടെ മെമ്മറി പവർ കുറയ്ക്കാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്. പിന്നെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വർധനവ്, ചില ആൾക്കാർക്കൊക്കെ ടെൻഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും അവരുടെ ബോഡി ഒക്കെ. പിന്നെ ചില ആൾക്കാർക്ക് വേദന ഒന്നും അറിയാതെ ഇരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നത് കോർട്ടിസോളിന്റെ അളവിൽ ഉണ്ടാകുന്ന വർധനവിലാണ്. അപ്പൊ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ആവുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകും. ആ ഒരു സിഗ്നൽ സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പൊ ഈ കോർട്ടിസോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും, ടെമ്പറേച്ചറിലെ അളവ് കൂടും. അതേപോലെ തന്നെ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, മെമ്മറി പവർ കുറയും. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. കുട്ടികളിൽ മാത്രല്ലല്ലേ, നമ്മള് വലിയ ആൾക്കാരിലും ഇല്ലേ, ചില ആൾക്കാർ പറയില്ല എനിക്ക് എന്താണോ പഴയതുപോലല്ല, പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ആ മറന്നു പോകണം, എനിക്ക് ടെൻഷൻ ആയിട്ടാണല്ലേ. നമ്മളിൽ പലവരും ചിലപ്പോ നമ്മളും പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിയോക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്രയും സഹിക്കാൻ പറ്റാത്ത എന്തൊരു ടെൻഷൻ പെട്ടെന്ന് അവരുടെ ടെൻഷനൊക്കെ നമുക്ക് വരും. നമ്മൾക്കൊക്കെ പല രീതിയിൽ കൂടി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതിങ്ങനെ അടിക്കടി നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് പോകുമ്പോൾ നമ്മൾ തന്നെ പറയും എനിക്ക് എന്താണെന്ന് അറിയില്ല, പഴയത് പോലെയല്ല, എനിക്ക് എന്തൊക്കെ മറവിയുള്ള പോലെയൊക്കെ തോന്നുന്നില്ല. നമ്മളൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. ഇത് കുട്ടികളുടെ മാത്രം കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഇതൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളത് മെയിനായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വഴിയാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ ഒരു കോർട്ടിസോൾ മാത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്നും അങ്ങനെ ആവണം എന്നാണോ? അല്ല. അപ്പൊ അതിന് എതിരായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉണ്ട്, അതിന്റെ പേരാണ് ഓക്സിറ്റോസിൻ. അതായത് നമുക്ക് സന്തോഷം തരുന്ന ടൈമില്, നമ്മുടെ മനസ്സിന് സന്തോഷം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാ വേണ്ടത്? ഈ നേരത്തെ പറഞ്ഞ നമുക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും നല്ല ഹോർമോണായ, അതായത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ ഓക്സിറ്റോസിന്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത് അല്ലെ. എല്ലാം മിതമായിട്ട് പോണ്ടേ. എപ്പോഴും സന്തോഷിച്ചിട്ട് ആർത്തുല്ലസിച്ചിരുന്നാലും പറയും വട്ടാന്ന് പറയും അല്ലെ. എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാലും പറയാം അതിങ്ങനെ ടെൻഷനാണെന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും നമുക്ക് നോർമൽ ആയിട്ട് കൊണ്ടുപോകണം. അതായത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും നല്ല ഹോർമോണായ ഓക്സിറ്റോസിന്റെ അളവ് കൂട്ടുകയും വേണം. അപ്പോ ഇപ്പൊ മാർക്കറ്റില് സ്ട്രെസ് മാനേജ് ചെയ്യുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്.
ഓക്കെ. ഇപ്പൊ പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഉറങ്ങാനുള്ള ഗുളിക, നമ്മള് പണ്ടൊക്കെ നമുക്ക് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഒരു പേരൊക്കെ അറിയപ്പെടും. അപ്പൊ അങ്ങനെയല്ല, ഒരുപാട് എവിടെ മുക്കിലും മൂലയിലൊക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ. അപ്പൊ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ കാലങ്ങളായിട്ട്, ദീർഘകാലങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നത് വഴി നമ്മൾ ആ മരുന്നിനോട് അടിമപ്പെട്ടു പോവാണ്, അഡിക്ഷൻ ആവാണ്. ആ ഒരു അഡിക്ഷനാണ് നമ്മൾ ഉണ്ടാക്കുകയാണ് ആ ഒരു മെഡിസിൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്ക് ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഒരു ഉറക്ക ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിച്ചോളൂ. ആ ആൾക്ക് ആ ഒരു ഗുളിക ഇല്ലാണ്ട് ആൾക്ക് ഒരിക്കലും പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നത് മൂലം എന്താ ഉണ്ടാവുന്നത്? നമുക്ക് മറ്റുള്ള അവയവങ്ങൾക്കും കൂടിയിട്ട് നമുക്ക് തകരാറുകൾ സംഭവിക്കുകയാണ് അല്ലെ. ദീർഘകാലമായിട്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള എല്ലാ അവയവങ്ങളിലേക്കും അത് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ എന്താണ്? പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ്സിനെ ഇല്ലാതാക്കുക. ഓക്കെ. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുക. സ്ട്രെസ് കുറക്കാൻ നോക്കുക. പറ്റുമോ? സ്ട്രെസ് കുറക്കാൻ പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ അടുത്ത ചോദ്യം, എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയും. ഒന്നൊരിക്കലും നമ്മൾ സ്ട്രെസ്സിനെ ഇല്ലാണ്ടാക്കുക. കുറക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നടക്കുക. അതെല്ലാം ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്? പാർശ്വഫലങ്ങൾ ഇല്ലാതെ സ്ട്രെസ്സിനെ നേരിടുക. ഓക്കെ. നമ്മൾ മെന്റലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ഈ ഒരു സ്ട്രെസ്സിനെ നേരിടാം. അപ്പൊ ഇങ്ങനെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ സ്ട്രെസ്സിനെ നേരിടാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എലമെന്റ്സ് വെൽനെസിന്റെ ഫൈറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു അഡിക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾക്ക് മെന്റലി, ഫിസിക്കലി, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമുക്ക് നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എന്താണ്? ഫൈറ്റ് സ്ട്രെസ്, എലമെന്റ്സ് വെൽനെസിന്റെ ഫൈറ്റ് സ്ട്രെസ്. നമുക്കിനി ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ചേർത്തിട്ടുള്ളത് അമുക്കുരു. അമുക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സ്ട്രെസ്സിനെ നേരിടാനുള്ള ശക്തി തരുന്നതാണ് അമുക്കുരു. അമുക്കുരു, അശ്വഗന്ധ എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ സ്ട്രെസ്സിനെ നേരിടാനുള്ള ശക്തിയാണ് നമ്മളുടെ അമുക്കുരു തരുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റിന് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഒരിക്കലും എന്തെങ്കിലും പ്രൊഡക്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ആ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ശക്തി തരുന്നതാണ് അമുക്കുരു. ഓക്കെ. നമ്മൾ നേരത്തെ ഒരു ഹോർമോണിന്റെ കാര്യം പറഞ്ഞു അല്ലെ, കോർട്ടിസോള്. അപ്പൊ ഈ ഒരു കോർട്ടിസോളിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടും അമുക്കുരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്ട്രെസ്സിനെ നേരിടാനുള്ള ശക്തി തരുന്നുണ്ട് അമുക്കുരു. അതേപോലെ തന്നെ കോർട്ടിസോളിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ഷുഗറിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അമുക്കുരു. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കി നമ്മളുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിന് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യും, അതവിടെ ഇടും, നമ്മൾ പോയി കിടക്കും അല്ലെ. അത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ നമുക്ക് സ്ട്രെസ് ഉള്ള ആൾക്കാർ അങ്ങനെയാണ്, ഒരു കാര്യം മുഴുമിപ്പിക്കില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മളെ മനസ്സിനെ ഏകാഗ്രതമാക്കിയിട്ട് കൃത്യമായിട്ട് ജോലികളൊക്കെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനും അത് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അമുക്കുരു. ഓക്കെ. ചുരുക്കി പറഞ്ഞാല് ബ്രെയിനിന്റെ ടോണിക്കാണ് അമുക്കുരു. അമുക്കുരു നമ്മളുടെ ബ്രെയിനിൽ ചെന്നിട്ടാണ് അതിന്റെ അതിന്റെ ജോലി ചെയ്യുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിച്ചാലും ഉടനടി നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനടി അത് ബ്രെയിനിലേക്കാണ് അതിന്റെ സിഗ്നൽ പോകുന്നത്. അപ്പൊ ആ ബ്രെയിനിൽ പോയിട്ടാണ് ആക്ഷൻ ചെയ്യുന്ന ഒരു ഔഷധമാണ് അമുക്കുരു. അപ്പൊ അമുക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിനെ നേരിടാനുള്ള ശക്തി തരുന്നുണ്ട്. അതേപോലെ തന്നെ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കി കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിന്റെ ടോണിക്കാണ് അമുക്കുരു. ഓക്കെ. അപ്പൊ അമുക്കുരു വലിയ പങ്കാണ് നമ്മളുടെ ഫൈറ്റ് സ്ട്രെസ്സിൽ നിർവഹിക്കുന്നത്. വലിയൊരു പങ്കാണ് നമുക്ക് അമുക്കുരുവിനുള്ളത്. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് തുളസിയാണ്. തുളസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതായത് നമ്മുടെ മനസ്സിന് ശക്തി തരുന്നു തുളസി.
ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഹിന്ദുസിന്റെ ഒക്കെ വീടിന്റെ മുമ്പിൽ നമ്മൾ തുളസി തറ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തിനാണ് അവർ തുളസി തറ വെക്കുന്നത്? അവർക്ക് അവരുടെ ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതിന്റെ ഉപരി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുളസിയിൽ തട്ടിയിട്ട് കാറ്റ് അവർക്ക് ശ്വസിക്കുന്നത് വഴി അവർക്ക് ഭയങ്കര ഒരു മനസ്സിന് ഒരു ഒരു എന്താ പറയാ ഒരു ഭയങ്കര പീസ്, അതായത് സമാധാനം കിട്ടുന്നുണ്ട് അവർക്ക്. ഓക്കെ, മുറ്റത്ത് ഔഷധങ്ങൾ നിറഞ്ഞിട്ടുള്ള ചെടികളൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊന്നും ഇല്ലാത്തത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മലിനമായിട്ട് വായു ശ്വസിക്കുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്ക് നല്ലൊരു കാറ്റ്, നമ്മൾ വീട്ടിൽ എത്ര AC ഇട്ടാലും ഫാൻ ഇട്ടാലും അതൊന്നും ഇല്ലാതെ നമ്മൾ പുറത്തു പോയിരുന്നിട്ട് നല്ല എന്താ പറയാ നല്ലൊരു കാറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് ഒന്ന് തണുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ കടപ്പുറത്തൊക്കെ പോയിരിക്കും, ബീച്ചിൽ. നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാനാണ്. അപ്പൊ ഈ ഒരു തുളസിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിന് അതൊരു ശക്തി തരുന്നുണ്ട്. ചില ആൾക്കാർ ടെൻഷൻ വരുമ്പോൾ പറയും എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം കുറച്ചു നേരം എന്ന് പറയില്ല. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് നല്ല കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് അത് മതി. ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് അതൊക്കെ ഒരു ശക്തി കിട്ടാനും സമാധാനം കിട്ടാനും ഒക്കെ. ഈ ഒരു കഥയൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ടാണ് അല്ലെ, അവിടെ ഇവിടെയൊക്കെ പാറപ്പുറത്തും അവിടെയൊക്കെ പോയിരുന്ന ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഥയൊക്കെ എഴുതുന്നത്. അതെന്തിനാ? അവരുടെ മനസ്സിന് ആ ഒരു ബലം, ആ ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനു വേണ്ടിയാണ് തുളസി ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ചിറ്റമൃത്. അമൃതിന് തുല്യമായിട്ടുള്ളതാണ് ചിറ്റമൃത്. അമൃത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അത്രയും നല്ല സംഭവമാണ് അമൃത്. അപ്പൊ അതിന് തുല്യമായിട്ടുള്ളതാണ് ചിറ്റമൃത്. ചിറ്റമൃത് മെയിൻ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് സ്ട്രെസ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് രോഗപ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി പവർ മൊത്തം തകരാറിലാക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ ഹോർമോൺ കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ ചിറ്റമൃത് ചേർത്തിട്ടുള്ളത് എന്തിനാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഔഷധമാണ് ചിറ്റമൃത്. വെൽഹാർട്ടിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ള ചേർത്തിട്ടുള്ള ഒരു ഔഷധമാണ് ചിറ്റമൃത്. അപ്പൊ ചിറ്റമൃത് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇതിനു വേണ്ടിട്ട് തന്നെയാണ്. എന്തിനാണ്? നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും വേണ്ടിയിട്ടാണ് ചിറ്റമൃത് ഈ ഒരു പ്രോഡക്റ്റിൽ ചേർത്തിട്ടുള്ളത്. അടുത്തത് തിപ്പലി. ദഹനം കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇപ്പൊ മുന്നേ Immuno3+ എന്ന പ്രോഡക്റ്റിന് ട്രെയിനിങ് എടുക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ദഹനം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ദഹനം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവനൊരു രോഗിയാണ്. നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. നമുക്കറിയില്ലാതെ നമ്മൾ ദഹനം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് അറിയില്ല. അപ്പോ നമ്മുടെ ശരീരത്തിൽ ദഹനം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പല തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോ ആ ഒരു അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. കാരണം എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ അസുഖം മാറുന്നില്ല. പ്രത്യേകിച്ച് വയറ് സംബന്ധമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പൊ നമ്മുടെ വയറ് ശരിയില്ലെങ്കിൽ നമുക്ക് തലവേദനിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് കറക്റ്റ് ശോധന സംബന്ധമായിട്ടുള്ള കറക്റ്റ് നമുക്ക് ടോയ്ലറ്റിൽ പോകണതൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവും, നമുക്ക് തലവേദനിക്കും. അതേപോലെ തന്നെ എന്തൊക്കെ കഴിച്ചാലും പെട്ടെന്ന് ബാത്റൂമിൽ പോകുന്ന, ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് ലൂസ് ആയിട്ടാവും പോവുക. അപ്പൊ ഹോട്ടൽ ഫുഡൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കഴിച്ചൊക്കെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു പ്രശ്നം വരുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അതൊരു ടെൻഷനായിട്ട് കിടക്കും. കുട്ടികൾക്കാണെങ്കിലും ആ ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. പുറത്തൊക്കെ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് മാത്രം ഇപ്പൊ ബാത്റൂമിൽ പോവാൻ അങ്ങനെ ഒരു തോന്നൽ വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് കുട്ടി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കതൊന്നും അറിയില്ല എന്താന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ തുടർച്ചയായിട്ട് ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മനസ്സിൽ എന്ത് വരും? ടെൻഷനാവും. ഒരു കാരണമില്ലാത്ത ടെൻഷനാണ് ഇപ്പൊ അത്. അതെന്താ? നമ്മുടെ ദഹനം കറക്റ്റ് അല്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അത്തരം സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിൽ എന്ത് ചേർത്തിട്ടുള്ളത്? തിപ്പലി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഔഷധങ്ങള്. നമ്മുടെ 5 സ്ട്രെസ്സിൽ ചേർത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഔഷധങ്ങളാണ് അമുക്കുരു, തുളസി, ചിറ്റമൃത്, തിപ്പലി, അത്രയും സാധനങ്ങൾ. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെയാണ് കഴിക്കാവുന്നത് നോക്കാം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു വിധം അന്തം ബോധമൊക്കെ വെച്ച കാലമായി. അപ്പൊ തുടങ്ങും സ്ട്രെസ് അല്ലെ, ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ അന്ന് തുടങ്ങാം. അപ്പൊ 18 വയസ്സിന് മുകളിൽ എല്ലാവർക്കും കഴിക്കാം. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികള് അല്ലെ, അവരുടെ മാതാപിതാക്കളും കൂടി കഴിക്കണം എന്നാണ് പറയുന്നത്. കാരണം സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, മക്കളോട് പഠിക്കുക അല്ലെങ്കിൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നിട്ട് അവർ പിന്നാലെ നടന്നിട്ട് നമ്മളെ മാതാപിതാക്കൾ അവരെങ്ങനെ മനസ്സിന് സംഘർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടിക്ക് മാത്രല്ല, ചില മക്കൾക്ക് അതൊന്നും പെട്ടെന്ന് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ
മാതാപിതാക്കൾക്കും കൂടിയിട്ട് ഫൈവ് സ്ട്രെസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അവർക്കും ഈ കുട്ടികളുടെ മനസ്സിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ പങ്ക് മാതാപിതാക്കൾക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള അവരുടെ മാതാപിതാക്കളും കൂടി കഴിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇത്തരം കുട്ടികളിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് എന്താണുള്ളത്? കൗൺസിലിംഗ് സെന്ററുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കൗൺസിലിംഗ് സെന്റർ ഒക്കെ ഉണ്ടായിരുന്ന, നമ്മളും ചെറുതായിട്ട് വലുതായ ആൾക്കാരാണ്. നമ്മൾക്ക് ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ലേ. നമുക്ക് എവിടെയെങ്കിലും കൗൺസിലിംഗ് സെന്ററിൽ ഇതുപോലെ കണ്ടിരുന്ന. ഇപ്പൊ ഏത് മുക്കിലും മൂലയിലും ഫോൺ എടുത്ത് നോക്കിയാലും ഓൺലൈനിലും ഒക്കെ എന്താണ് കൗൺസിലിംഗ് സെന്ററുകളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറക്കം കൃത്യമായി നടക്കാതെ ആൾക്കാർക്ക്, ജോലി കൃത്യമായി ചെയ്യാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഫൈവ് സ്ട്രെസ്. ഇപ്പൊ നമ്മൾ ഉറക്കം പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫൈവ് സ്ട്രെസ്. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഒരു ജോലി ചെയ്യാൻ കഴിയാതെ വരെ മനസ്സിന്റെ ആ ഒരു ഏകാഗ്രത, ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഫൈവ് സ്ട്രെസ്. പിന്നെ ഈ ഒരു ഫൈവ് സ്ട്രെസ് കഴിക്കുന്ന ആൾക്കാരുടെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഡെല്ല എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അതിൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, അതായത് നല്ല സമീകൃത ആഹാരം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പുകൾ കുറച്ചിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ എന്തുണ്ടാവുള്ളൂ, കറക്റ്റുള്ള ദഹനം നടക്കുള്ളൂ, ഉറക്കം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നല്ലത് കൊടുത്താലാണ് നല്ലത് തിരിച്ചു തരുള്ളൂ ശരീരം. ആ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുക. അപ്പൊ ഡി എന്ന് പറഞ്ഞാല് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. ഓക്കെ, നല്ല ആഹാരം കഴിക്കുക. രണ്ടാമത്തത് ഇ ആണ് എക്സസൈസ് ആൻഡ് യോഗ ചെയ്യുക. എക്സസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യുക. നമ്മളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന ഒരു പ്രവണതയാണ് യോഗ ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ചെയ്യുക. ഒരുപാട് കൊഴുപ്പൊക്കെ അടങ്ങിയിട്ട് ഒരു പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ശരീരത്തിന് ഒരു ആയാസം കിട്ടാനൊക്കെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിന് കോൺഫിഡൻസ് കിട്ടാൻ യോഗ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വരുന്നത് എൽ ആണ്. എൽ എന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ചെയ്യുക. അതായത് പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല, എപ്പോഴും ഉറക്കം അല്ലെങ്കിൽ എപ്പോഴും തീറ്റ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല ആരോഗ്യം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ വേണ്ടത്? സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്തിന് കുളിക്കുക, നമുക്ക് നല്ലൊരു ദിനചര്യ, പ്രാർത്ഥന, ഇതൊക്കെ കൊണ്ടുവരിക. നമ്മൾ ലൈഫ് സ്റ്റൈൽ മൊത്തം ഒന്നും മാറ്റുക. ഓക്കെ, പിന്നെ വരുന്നത് എ ആണ്. അതായത് ആയുർവേദിക് സൊല്യൂഷൻസ് ഉപയോഗിക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേനും ഇംഗ്ലീഷ് മരുന്നുകൾ ആശ്രയിക്കാതെ നമുക്ക് പരമാവധി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ എലമെന്റ്സ് വെൽനെസിന്റെ ഓൺലൈനൊക്കെ ആയുർവേദിക് പ്രൊഡക്റ്റുകളാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ശരീരത്തിന് ആരോഗ്യത്തിന് കാത്തു സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത് നോക്കാം. ഓക്കെ, സിവിയർ ഡിപ്രഷൻ ആയവർക്ക് കൊടുക്കരുത്. അതായത് ഇപ്പൊ ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ആ ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല. അവർക്കൊക്കെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, മെന്റലി പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളിത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല, കൊടുക്കരുത്. എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി, അപ്പൊ അവരുടെയൊക്കെ മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരാണ്. അതായത് ചെറുതായിട്ടുള്ള ഒരു മൂഡ് സ്വിങ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. അവര് ചിലപ്പോ കുറെ നേരം ഇരുന്ന് കരയും, കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ കുറെ നേരം ഇരുന്ന് ചിരിക്കും. അതൊക്കെ ശരിക്കും മെന്റലി പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അവർക്കൊന്നും നമ്മൾ ഫൈവ് സ്ട്രെസ് കൊടുക്കരുത്. ഓക്കെ, അത്രയും ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട്, സൈക്യാട്രിസ്റ്റിനെ കണ്ട് അവർക്ക് എന്താണോ മെഡിസിൻസ് അവർ എടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഫൈവ് സ്ട്രെസ് ഒന്നും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. ഓക്കെ, ഇനി നമ്മുടെ ഫൈവ് സ്ട്രെസ് ഒരു ക്യാപ്സ്യൂൾ ആണ്, ലിക്വിഡ് അല്ല, ടാബ്ലറ്റ് അല്ല, ഒരു ക്യാപ്സ്യൂൾ ആണ്. ഒരു 100% ഗോൾഡൻ വെജ് ക്യാപ്സ്യൂൾ ആണ് ഈ ഒരു ഫൈവ് സ്ട്രെസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത്. എന്താണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ? നമ്മളിൽ പലർക്കും അറിയാം, എങ്കിലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഈ 5 വിഭാഗങ്ങളിലുള്ള മെഡിസിൻസിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. ഓക്കെ, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർക്കാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഈ 5 വിഭാഗങ്ങളിലുള്ള മെഡിസിൻസിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്തിട്ട് നൽകുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ.
ഈ ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ 2 തരത്തിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, മറ്റേത് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, 2 തരത്തിലാണ് വരുന്നത്. ഇതില് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റുകളാണ്. ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിലുള്ളത് എന്താണ്? ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ്. അതെന്താ? നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. അതായത് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തും നമുക്ക് വെളിയിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിലിരിക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുത്തയച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് പലവിധ അസുഖങ്ങൾക്കും അതല്ല വെൽനസ് പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് എന്താണ് എയർപോർട്ടിൽ ചെക്ക് ചെയ്യാനോ അതിനൊന്നും, കാരണം ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5 സ്ട്രെസ്സിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്.